ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിരുന്നു. അപ്പോൾ ന്യൂസിലാൻഡ് AJK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 4:45 ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ കാണുന്നത് ഇവിടെ ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിൻ്റെയും കൂടി കളി കാണുന്നതാണ്. അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് പിന്നെ ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പം എൻ്റെ ഏട്ടൻ ഓൾറെഡി മറ്റേ ഇൻസ്റ്റൻറ്റ് കോഫി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ കട്ടൻ ചായ കുടിക്കുന്നത്. സാധാരണ ഞാൻ എഴുന്നേറ്റ് വന്ന് അങ്ങനെ ചായ ഒന്നും അങ്ങനെ കുടിച്ചിരിക്കാറില്ല. ഡ്യൂട്ടിക്ക് ചെന്നതിന് ശേഷമാണ് ചായ കുടിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് പിന്നെ എൻ്റെ ഏട്ടനുള്ള കാരണം കൊണ്ട് വേഗം ചായ എടുത്ത് വെച്ചതാണ്. അപ്പം ഒരു രസമല്ലേ. പിന്നെ സമയം ഉണ്ടായിരുന്നു, 5:30 എനിക്ക് ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു. അപ്പം എൻ്റെ ഓൾറെഡി സാൻഡ്വിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ട്യൂണ സാൻഡ്വിച്ച്. കാലത്ത് 5 മണിക്ക് ട്യൂണ സാൻഡ്വിച്ച് കഴിക്കണം എന്താണെന്ന് വിചാരിക്കരുത്. പക്ഷേ എൻ്റെ ഇടം കഴിച്ചിട്ട് പോകാം, അപ്പം എന്നിട്ട് ബ്രൂഫനും കഴിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞ കാരണം കൊണ്ട് പിന്നെ വേഗം കഴിച്ചിട്ട് പോയി. പിന്നെ എൻ്റെ ഇടം ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് പോലും ഒന്നും അറിയണില്ല. അപ്പം ഞാൻ അങ്ങനെ ശ്രമിക്കുകയാണ് എൻ്റെ ഏട്ടൻ്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അതിനകത്ത് തന്നെ തിരിഞ്ഞു പോയി നോക്കുന്നത്, കണ്ണ് അങ്ങോട്ടാണ് ഇരിക്കുന്നത്. ക്രിക്കറ്റിൻ്റെ ഭയങ്കര സ്പിരിറ്റ് കയറിയിട്ട് അങ്ങനെ ഞാൻ ഡ്യൂട്ടി സ്ഥലത്ത് എത്തിയിട്ടോ. അവിടെ നിന്ന് വേഗം പിന്നെ ഡ്രസ്സ് മാറി വേഗം തന്നെ ഇങ്ങോട്ട് പോന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് നേരം എൻ്റെ അടുത്ത് അങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്ന സമയമായപ്പം ലേറ്റായി. നല്ല തണുപ്പുണ്ടായിരുന്നു, വഴിയിൽ ഭയങ്കരമായിട്ട് കോടയായിരുന്നു. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് 7 ഡിഗ്രി. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനേക്കാളും കുറച്ചുകൂടി ടെമ്പറേച്ചർ കുറവായിരിക്കും എപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്. അപ്പോൾ ഇവിടെ 7 ഡിഗ്രി കാണിക്കണേ. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എത്തി. ഇനിയിപ്പം ജോലി കയറട്ടെ, ജോലി കഴിഞ്ഞിട്ട് കാണാം. ഓൾറെഡി ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് കയറിയിട്ടോ വണ്ടിയിൽ. തിരിച്ചതേ വണ്ടിയിൽ കയറിയിട്ട് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ പഠിച്ച വോയിസ് ഓവർ ചെയ്യും. അപ്പൊ ഇനി ഡ്യൂട്ടി സ്ഥലത്തുനിന്ന് നമുക്കൊരു 45 മിനിറ്റ് യാത്രയുണ്ട്. അപ്പം സാധാരണ ഇങ്ങനെ ഉറക്കം വരാറുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ വെള്ളം കുടിച്ച് പതുക്കെ എന്റെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് പോവാറ്. ഇന്നിപ്പോ ഇങ്ങനെ അത്ര ഉറക്കമൊന്നും വരുന്നില്ല. പിന്നെ നമ്മളിപ്പോ ഇങ്ങനെ ഡെയിലി വീഡിയോ ഇടാന്ന് വിചാരിച്ച കാരണം കൊണ്ട് കാലത്ത് പിന്നെ അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി. എന്റെ അടുത്ത് വർത്താനം പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി. പിന്നെ എത്തിയപ്പോഴാണെങ്കിലും ഭയങ്കര ഇരുട്ടല്ലായിരുന്നു, അങ്ങനെ അധികം സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഡ്യൂട്ടി കുഴപ്പമുണ്ടായിരുന്നില്ല, ഒന്നും വലിയ തിരക്കുണ്ടായിരുന്നില്ല, കുഴപ്പമില്ല. ഇനിയിപ്പോ ചെന്നിട്ട് ചോറിനണം. ഞാൻ പിന്നെ പല്ലിന്റെ കാര്യം ഇന്നലെ പിന്നെ ഒന്നും എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കില് എനിക്ക് പല്ലിങ്ങനെ വലിച്ചു പറിച്ചെടുത്തിട്ടാന്ന് തോന്നുന്നു. ആ ഒരു ഭാഗം പിന്നെ സാധാരണ പല്ലിങ്ങനെ നമ്മൾ ആ ഒരു ബോണിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോ നമുക്കൊരു വേദന ഉണ്ടാവും. ആ ഒരു സെയിം വേദന തന്നെ ചെറിയൊരു ഇങ്ങനെ ഒരു വിങ്ങലുണ്ട്. അപ്പൊ തന്നെ ബ്രൂഫിനും പരടോളും കഴിക്കുന്നുണ്ട്. പിന്നെ അവിടെ തൊടുമ്പോ ഇങ്ങനെ പിസ് പിസ് ഇരിക്കല്ലേ. അപ്പൊ ഒരു ബുദ്ധിമുട്ട്. പിന്നെ അവിടെ അങ്ങനെ നമുക്ക് ഇപ്പോഴും ആ സൈഡിൽ ഒന്നൊന്ന് ഹീലായിട്ട് വേണം അവിടെ വെച്ച് ആ സൈഡ് വെച്ചൊന്ന് ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ചു കൊടുക്കാൻ. ബെറ്റർ പാർട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പം തണുത്ത വെള്ളം കുടിക്കാം. അങ്ങനെ അത്രയും ഭയങ്കര സ്ട്രോങ് ആയിട്ട് തണുത്ത വെള്ളം കുടിക്കാറില്ല. അല്ലെങ്കിലും ചെറിയൊരു തണുത്ത വെള്ളം നമ്മളിങ്ങനെ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ വായൊക്കെ കഴുകാനായിട്ടേ വായിലാക്കുമ്പോഴേ ഭയങ്കര സെൻസിറ്റീവും ഭയങ്കര വേദനയായിരുന്നു. ഇപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ പല്ലൊക്കെ ഇങ്ങനെ എന്താ പറയാ റിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇനി ഒന്നും കൂടി ശ്രദ്ധിക്കണം. പല്ല് വിലപ്പെട്ടതാണ്. എന്നാണെങ്കിലും എല്ലാവരും ചിരിയായിരുന്നു എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ. ഡ്യൂട്ടി സ്ഥലത്ത് എന്നെ കാണുമ്പോൾ എല്ലാവരും അങ്ങനെ ഭയങ്കര ചിരിയായിരുന്നു. പക്ഷെ ഈ സൈഡ് വെച്ച് ഇങ്ങനെ ചിരിക്കുമ്പോ ഓക്കെ നോർമൽ, അപ്പുറത്തെ സൈഡ് വെച്ചിരിക്കുമ്പോ ഓട്ട സാരില്ല. അങ്ങനെയാണ് ലൈഫ്, ഓരോന്നോരോന്ന് പോയി പോവും. പിന്നെ പറയണോ ബ്രൂഫിനും കഴിക്കുന്നതിനോട് വലിയ കുഴപ്പമില്ല, ഓക്കെയാണ്. അത് അങ്ങനെ നമുക്ക് പല്ല് വേദന എടുക്കുമ്പോ തലയും വിങ്ങൂലോ, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത്, ഞാൻ ഇവിടെ നമ്മുടെ ഹാമിൽട്ടന്റെ ഉള്ള ഡെന്റൽ എമർജൻസി സെന്ററിലാണ് പോയത്. നമ്മുടെ ഇന്ത്യൻ ഡോക്ടേഴ്സ് ആയിട്ട് അവിടെ പൈസ $350 നമുക്ക് പല്ല് പറിച്ചെടുക്കാനായിട്ട്. പക്ഷെ എങ്കിലും ഇന്ത്യൻ ഡോക്ടേഴ്സ് ആയിരുന്നു. നമുക്ക് ഇന്ത്യൻ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടുമല്ലോ, ഒരു സന്തോഷം വരുമല്ലോ. പൈസ അത്ര ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നല്ല സർവീസ് ആയിരുന്നു. ആ പുള്ളിക്കാരിയാണെങ്കിലും അടിപൊളിയായിരുന്നു. അപ്പൊ ഞാൻ പല്ല് ഞാൻ അവിടെ എടുത്തിട്ട് പോന്നു. അപ്പൊ അതിനോട് ചോദിച്ചു എന്തിനാ നീ പല്ലെടുക്കണം, എനിക്ക് വീഡിയോ എടുക്കാനെങ്കിൽ നോക്കാനാന്ന്. അപ്പൊ അവർ ചിരിക്കുമായിരുന്നു. നമ്മുടെ ഇന്ത്യൻസ്, അതായത് ബ്രൗൺ സ്കിൻ ടോൺ ഉള്ള ആൾക്കാരെല്ലാവരും പല്ലെടുത്തോണ്ട് പോകുന്നു. അപ്പൊ എനിക്കങ്ങനെ വിശ്വാസമൊന്നുമില്ല. ചിലരിങ്ങനെ പല്ലെടുത്തിട്ട് പോയിട്ട് ഒളിപ്പിച്ച് വെക്കുകയോ പെരയുടെ മുകളിലേക്ക് എറിയ അങ്ങനെ എന്തൊക്കെയോ ഇല്ലേ.
പക്ഷെ എനിക്ക് അങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ ഇതുകളൊന്നും ഇല്ല. ജസ്റ്റ് എനിക്ക് കാണാൻ വേണ്ടി, എനിക്ക് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി, എനിക്ക് എന്റെ ഫാമിലിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി, ഇവിടെ ആയിരുന്നു എന്റെ പല്ലിന്റെ പ്രശ്നമുള്ളത് എന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ എടുത്തിട്ട് പോണതാണ് എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു. അവരപ്പോ ചിരിച്ചു കുറെ. പക്ഷെ ഇതിലെ പ്രശ്നം പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നംനെസ്, ആ ഒരു അവിടെ ഇങ്ങനെ ഇതായിക്കുക കാരണം കൊണ്ട് കുറച്ച് നേരത്തേക്ക് എനിക്കിങ്ങനെ മുഖം ഇങ്ങനെ കൂടിപ്പോയിട്ട് ഇങ്ങനെ വലിയ കാര്യമായിട്ട് മിണ്ടാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരം എപ്പോഴേക്കും ഒക്കെ ശരിയായിട്ടാ. വൈകുന്നേരം ഞാൻ ഭക്ഷണം കഴിച്ചു, ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കണമെന്ന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം കഴിച്ചു. അങ്ങനെ പിന്നെന്താ, ഇന്നിനിപ്പോ ചെന്നിട്ട് ചോറ് കറിയും വെക്കേണ്ടി വരുമില്ല, കറി ഉണ്ടാവും തോന്നുന്നു. എന്തെങ്കിലും കുഞ്ഞിതായിട്ട് എന്തെങ്കിലും വെക്കാന്ന് വിചാരിക്കണം. മുട്ട എന്തെങ്കിലും പുഴുങ്ങണം. ഇപ്പൊ പൊന്നൂസിന്റെ ഏട്ടനും ജിമ്മിന് പോണ കാരണം കൊണ്ട് തന്നെ അവര് മുട്ട നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പം അത് മാത്രം ചെയ്യണം. വേറെ ഇനിയിപ്പം പണികളൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ പോണ വഴിക്കാണെങ്കിലും അങ്ങനെ നമുക്ക് അത്ര ശരിക്കും 100 സോൺ ആണ് പോണത്. പക്ഷെ അത്ര അങ്ങനെ സ്പീഡിൽ പോകാൻ പറ്റില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാൻ ഭയങ്കര സ്പീഡിൽ പോയപ്പോഴേ 100 സോണില് 100ല് പോണേ ആ സമയത്ത് ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്തപ്പം ഈ പണി നടക്കുന്നുണ്ടായിരുന്നു. പണി നടക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ തന്നെ കുഞ്ഞു കുഞ്ഞു മെറ്റലുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ചെറുപ്രാന്ന് മെറ്റലുകൾ ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മളിങ്ങനെ ഓക്കെ കുഴപ്പമുണ്ടാവില്ലായിരിക്കും തോന്നുന്നു. പക്ഷെ വണ്ടി ഓവർടേക്ക് ചെയ്ത് പോയപ്പോ ഒരു കുഞ്ഞു കല്ല് വന്നിട്ട് എന്റെ വണ്ടിയുടെ ഫ്രണ്ട് മറ്റേ അവിടെ ഫ്രണ്ടിലത്തെ ഗ്ലാസ് പോന്നടിച്ചു. അപ്പൊ തന്നെ ഒരു സ്റ്റാർ പോലത്തെ ഒരു ചിഹ്നം വന്നു. കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പം ഇങ്ങനെ കുറച്ച് വഴി ഒരു മിഡില് വരെ ഒരു സ്ക്രാച്ച് വീണു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പിന്നെ ഇൻഷുറൻസ് ഉള്ള കാരണം കൊണ്ട് അവര് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് പിന്നെ നെക്സ്റ്റ് ഡേ കൊണ്ട് ചെന്നപ്പം മാറ്റി തന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ന് പിന്നെ ഞാൻ ഭയങ്കര ദേഷ്യം വന്നു വണ്ടിയിൽ തിരിച്ചു കയറിയപ്പോ. നമ്മുടെ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടുത്തെ ഇൻഷുറൻസിന്റെ അണ്ടറിൽ തന്നെയാണ് നമ്മൾ സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. അപ്പൊ അവരിങ്ങനെ ഒരു പാക്കേജാണ്, നമ്മുടെ വൈപ്പർ മാറ്റും, സർവീസ് ചെയ്യും, കാർ വാക്യൂം ചെയ്യും, കാർ വാഷ് ചെയ്യും, അങ്ങനെ പറഞ്ഞിട്ട് കുറെ ഇങ്ങനെ, പിന്നെ ടയർ പോളിഷ് ചെയ്യും, ഓയിൽ ഫിൽറ്റർ റീപ്ലേസ്മെന്റ്, അങ്ങനെ എന്തൊക്കെയോ കുറെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു പാക്കേജാണ്. അപ്പൊ $379 ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഓക്കെ നന്നായിട്ട് ഇത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുത്തു. അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ട് അവരെ പറ്റി കേട്ടസി കാറ് തരുമായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഏട്ടന്റെ കാറും കൊണ്ടുപോന്നു. പിന്നെ എന്റെ ഏട്ടൻ ഓഫ് ആയത് കാരണം കൊണ്ട് എന്റെ ഏട്ടൻ പറഞ്ഞു എന്റെ ഏട്ടൻ ചെയ്തോളാം, എന്റെ ഏട്ടൻ അതൊക്കെ സെറ്റ് ആയിക്കോളാം, പിള്ളേരൊക്കെ എടുത്തോളാം തോന്നും. ഞാൻ വണ്ടിയിൽ തിരിച്ച് ഇപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് കയറിയപ്പോൾ ഞാൻ എന്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു, എന്റെ ഏട്ടൻ എന്തായി വണ്ടി. എന്റെ മെയിൻ ഉദ്ദേശം സർവീസിങ് എന്ന് ഉദ്ദേശിച്ചത് എനിക്ക് കാർ വാക്യൂം ആൻഡ് വാഷ് ആയിരുന്നു. എനിക്ക് കാറ് ക്ലീൻ അല്ലെങ്കിൽ എനിക്ക് പ്രാന്ത. ഇന്നെ പിന്നെ എന്റെ ഏട്ടൻ വണ്ടി കൊണ്ടുവന്നിട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഇന്ന് വൃത്തിയോട് ഞാൻ എടുത്തിട്ട് പോന്താ. അപ്പൊ എനിക്ക് കാറ് ഭയങ്കര നീറ്റ് ആയിരിക്കണം, എനിക്ക് ഭയങ്കര പ്രാന്ത് പിടിക്കും. എന്നിട്ട് ഇപ്പം വിളിച്ചു ചോദിച്ചപ്പം അവര് കാർ വഴിക്ക് വാഷ് ചെയ്തിട്ടില്ല, വാക്യൂം ചെയ്തിട്ടില്ല. അതിന്റെ എന്റെ അടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്റെ എടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോ അവര് കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് ദേഷ്യം വന്നു. അന്നാ കുറച്ചും കൂടി നേരം ഇടാൻ പറഞ്ഞു. പിന്നെ നമുക്ക് പിള്ളേരെ എടുക്കാൻ വേണ്ടി പോകണ്ട. അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വണ്ടി എടുത്തിട്ട് പോകുന്നു. അപ്പൊ അവര് പറഞ്ഞു വേറൊരു ദിവസം എന്നാ കൊണ്ടുതരാൻ പറഞ്ഞു. മെനക്കേടായി. ഇനിയിപ്പോ വീണ്ടും അടുത്ത ആഴ്ച വേറൊരു ദിവസം കൊണ്ടുപോയിട്ട് വീണ്ടും സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. നമുക്ക് ഈ നേരില്ലാത്ത നേരത്തെ നമുക്ക് വല്ലപ്പോഴും ഇങ്ങനെ എന്താ പറയാ അവധി കിട്ടുന്ന ആ സമയത്ത് ഇതിന്റെയൊക്കെ പുറകെ പോവാന്നാണ്. ഒരു പ്രാവശ്യം നമ്മൾ പോകുന്നു, അപ്പോയിന്റ്മെന്റ് എടുത്ത് നമ്മൾ പോകുന്നു, പിന്നെയും ഇതിന്റെ പണിയായിട്ട് നിൽക്കുമ്പോൾ ദേഷ്യം വരിക. അപ്പൊ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. എന്നോട് വിളിച്ച് പറഞ്ഞപ്പോ എനിക്ക് പ്രാന്ത് പിടിച്ചു. ഞാൻ എന്നോട് ചോദിച്ചു എന്തിനാ ഇപ്പൊ എടുത്തോണ്ട് വന്നേന്ന് ചോദിച്ചു. അങ്ങനെ ഇപ്പൊ അടുത്ത ആഴ്ച വീണ്ടും കൊണ്ടുപോകണം. അപ്പൊ അത് മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് ജാക്കറ്റ്, ചെറിയ ജാക്കറ്റ്, വലിയ ജാക്കറ്റ്, മറ്റേ റെയിൻകോട്ട്, അങ്ങനെ പല 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 ജാക്കറ്റ്, പിന്നെ ഞങ്ങളുടെ ബെൽറ്റ്, പിന്നെ ഞങ്ങളുടെ ബാഗ്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അപ്പം എപ്പോഴൊക്കെ ഞാൻ ഈ വണ്ടി മാറ്റി എന്താ പറയുക വണ്ടി കൊണ്ടുവരേണ്ടി വരുന്നു. അപ്പൊ ഒക്കെ സാധനങ്ങൾ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി കാണിച്ചാൽ കുറച്ചും കൂടി എന്താ പറയാ എല്ലാം കൊണ്ടുപോകണം നമുക്ക്. പിന്നെ ID കാർഡ് ആണെങ്കിലും നമുക്ക് മറ്റേ മെയിൻ എൻട്രൻസിന്റെ ഗേറ്റിന്റെ
ഫോബാണെങ്കിലും എല്ലാം നമ്മളിങ്ങനെ മറന്നുപോയാൽ പിന്നെ നമുക്ക് കയറാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സ്ഥലത്തേക്ക്. അപ്പൊ അത് കാരണം വണ്ടി മാറ്റാം എന്നുള്ള ഒരു ഓപ്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴത്തെ ഒരു ഓപ്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ എല്ലാവർക്കും ബോറടിക്കണ്ടാവില്ല ഞാനിങ്ങനെ കണ്ടിന്യൂസ് സംസാരിച്ച്. സോറി. അപ്പൊ ഇനി ഒരു 10 മിനിറ്റ് കൂടി ഉണ്ട് വീട്ടിലേക്കുള്ള യാത്ര. ഇനി അങ്ങനെ പോയി ഭക്ഷണം കഴിച്ച് പിന്നെ ഇന്നലത്തെ പോലെ തന്നെ നമ്മുടെ പ്രാർത്ഥന, കുർബാന, ഡെയിലി ബ്ലെസ്സിങ് ഞാൻ ഓൾറെഡി കേട്ടു. പിള്ളേർ കേട്ടെങ്കിലും പിന്നെ കുഴപ്പമില്ല. ഞാൻ കാലത്ത് വണ്ടിയിൽ ഇങ്ങോട്ട് പോരുമ്പോൾ ഡെയിലി ബ്ലെസ്സിങ്ങും ഒരു കുർബാനയും കാണും. പക്ഷെ പിള്ളേരെ കൂടെ ഇരുന്ന് ഞാൻ വീണ്ടും അടുത്ത കുർബാന കാണും. അല്ലെങ്കിൽ പിള്ളേര് തന്നെയാവില്ലേ എന്ന് വിചാരിച്ചിട്ട്. നാളെ മറ്റന്നേ അവർ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് ഈവനിങ് ആണെങ്കിൽ കാലത്ത് നമുക്ക് പള്ളിയിൽ പോകണുണ്ടാന്ന്. അപ്പൊ നാളെ ഇപ്പം പള്ളിയിൽ അവിടെ പോവാം. പിന്നെ വചനം എഴുതാനുണ്ട്. പിന്നെ കുറച്ചു നേരം ചിലപ്പോ കുറച്ചു നേരം കിടക്കും. അല്ലെങ്കിൽ ഞാൻ ഇന്ന് വിചാരിക്കണത് നിന്റെ വീടിന്റെ കൂടെ ഊബറിന് പോവാന്നാണ്. കുറെ നാളായിട്ട് നിന്റെ വീടിന്റെ കൂടെ ഞാൻ ഊബറിന് പോവാറില്ല. എന്നീ ഡ്യൂട്ടി കാരണം കൊണ്ട് എന്താ പറയാ, ഡ്യൂട്ടി ഫാമിലി ലൈഫ് കുറഞ്ഞൊടുക്കി. ഉള്ള സമയം ഇപ്പം സത്യം പറയുകയാണെങ്കിൽ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞങ്ങൾ ഫുൾ ടൈം ഒരുമിച്ചാണ്, ഞങ്ങൾ അടിച്ചു പൊളിക്കുകയാണ്, തകർക്കാണെന്ന്. ഇല്ല കേട്ടോ, ഞാൻ മിക്കവാറും എന്നും ഡ്യൂട്ടിയാ. ഞാനിപ്പോ എല്ലാ ഷിഫ്റ്റും പിക്ക് ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിലേക്കും പോകണമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഡിസംബറിൽ ദൈവം അനുഗ്രഹിച്ചാൽ നാട്ടിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എല്ലാ ഷിഫ്റ്റും പിക്ക് ചെയ്ത് നാട്ടിലേക്ക് ഇപ്പൊ നമുക്ക് ഇപ്പൊ ടിക്കറ്റ് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചപ്പോ തന്നെ 2200 അടുത്ത് ഒരാൾക്ക് വരുന്നത്. നല്ല കാശ് ചെലവാ. അപ്പം ഞാനും നിന്റെ ഏട്ടനും ഞങ്ങളുടെ പരമാവധി പണിയെടുത്ത് കാശ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പം നമുക്ക് എന്താ പറയാ, വയ്യാണ്ടാവുന്നുണ്ട്, ഭയങ്കര ടയേർഡാ. ഉറക്കം എന്നാലും നമ്മുടെ ഉള്ള സമയം നമ്മൾ പരമാവധി എൻജോയ് ചെയ്യാൻ നോക്കാറുണ്ട്. ഉള്ള സമയം നമ്മളിങ്ങനെ എന്താ പറയാ ഉള്ളത് നമുക്ക് എന്താ പറയാ ഒരു വേർത്താക്കാൻ നോക്കാറുണ്ട്. അങ്ങനെ നശിപ്പിച്ച് കളയില്ല. ഇപ്പൊ ഞങ്ങള് വീഡിയോ എടുക്കുന്നതായാലും റീൽസ് എടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ പുറത്തു പോയി കഴിക്കാനാണെങ്കിലും ഞങ്ങളുള്ള സമയം ഞങ്ങൾ പിന്നെ വല്ല സീരീസ് കാണേ, മൂവി കാണേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞങ്ങളുടെ സമയം പരമാവധി ഞങ്ങള് സ്പെൻഡ് ചെയ്യാറുണ്ട് ഒരുമിച്ച് തന്നെ, പിള്ളേരും എല്ലാരും കൂടി. അതാണ് നിങ്ങൾ ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചിരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾക്ക് മിക്കവാറും ഡ്യൂട്ടി. ഇനിയിപ്പോ എനിക്കിനി അടുത്തൊരു ഓഫ് കിട്ടുന്നത് നെക്സ്റ്റ് 12 ദിവസം കഴിഞ്ഞിട്ടാണ്, വിച്ച് ഈസ് നോട്ട് ലീഗൽ. പക്ഷെ ഞങ്ങൾക്ക് സിവിയർ സ്റ്റാഫ് ഷോർട്ടേജ് ആണ്. അത് കാരണം ഞാനിങ്ങനെ ഡ്യൂട്ടി, ഞങ്ങൾ പരമാവധി എല്ലാവരും ഞങ്ങളുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഡ്യൂട്ടിക്ക് എക്സ്ട്രാ പിക്ക് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസം തള്ളി നീക്കണത്. അങ്ങനെ ഇനിയൊരു 10 മിനിറ്റ് കൂടി ഉണ്ട് യാത്ര. ഒരുപാട് നേരം സംസാരിച്ചു. ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട്, ചില യൂട്യൂബേഴ്സ് ഒക്കെ ഇങ്ങനെ സംസാരിക്കും, അവര് ഇങ്ങനെ അവരുടെ ഒരു എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട് ഞാനും അങ്ങനെ യൂട്യൂബർ ആയിട്ടില്ല, പിന്നെ ആയാലും കുറച്ച് നാള് കഴിയുമ്പോ എനിക്കാണെങ്കിലും കാണാനായിട്ട് ഒരു രസമല്ലേ, പിള്ളേർക്കാണെങ്കിലും എന്റെ അമ്മ സപ്പോസ് ഞാൻ ചത്തുപോയവരെ അവർക്ക് കാണുമ്പോ എന്റെ അമ്മ സംസാരിക്കണേന്നുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മകള് രസമല്ലേ. അങ്ങനെ ഇനിയിപ്പോ ബ്ലോക്കായി കുറച്ച്. ഇപ്പൊ സ്കൂളൊക്കെ വിട്ട സമയമായത് കാരണം കൊണ്ട് കുറച്ച് ആ ഒരു ഹൈവേയിലേക്ക്, ഇപ്പൊ ഞാൻ 100 സോണിൽ വന്നിട്ട് പിന്നെ ഞാൻ മെയിൻ ഹൈവേയിലേക്ക് ജസ്റ്റ് ഒന്ന് കയറും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ വീടിന്റെ അവിടേക്ക് അങ്ങോട്ട് മാറും. അപ്പൊ ആ ഹൈവേയിലേക്ക് കയറാനായിട്ട് കുറച്ചും കൂടി അങ്ങനെ ബ്ലോക്ക് ആവും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഇനി വീട്ടിൽ പോയിട്ട് ചോറുണ്ടെന്നാ കാണാം. ഞാൻ വന്ന് കയറി വഴിക്ക് അങ്ങോട്ട് പോണേ ചേട്ടാ. ഇനി ഞാൻ ഇതന്നെ ഉപയോഗിക്കണത്. ഞാൻ വണ്ടി ശരിയാക്കി അതുവരെ ഞാൻ ഇത് ഉപയോഗിക്കും. എന്താ നിനക്ക് അപ്പയുടെ വണ്ടിയിൽ പോയാ കുഴപ്പമെന്ന്? സാധനം ബാക്കിലേക്ക് വെച്ചാ മാറൂല. അയ്യടാ, അമ്മ ചെയ്തരാ മാറ്. മടിയൻ അത് അവിടെ നിന്ന് അങ്ങ് എടുത്ത് പുറകിലേക്ക് ഇട്ടാ മതി. പഠിച്ച അങ്ങോട്ട് പോണേ, എങ്ങോട്ട് പോണേ? ചോറ് വന്നിട്ടുണ്ടേ. ഓക്കെ. അങ്ങനെ അപ്പൊ പൊന്നൂസൻ എൻ്റെ കൂടി ജിമ്മിന് പോയി.
ഇനി അവരിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ദേഷ്യം കഴിഞ്ഞിട്ടില്ല കേട്ടോ ആ സർവീസിങ്ങാരോട്. അവരെ വിളിച്ച് ചീത്ത പറഞ്ഞു, പിന്നെ ഇമെയിൽ അയച്ച് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു. എത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്ന് ഭയങ്കര സങ്കടമായി. എൻ്റെ മര്യാദയ്ക്ക് പറഞ്ഞത് മറ്റു മലയാളീസിൻ്റെ കയ്യിൽ കൊടുത്ത് അങ്ങനെ ഇത് ചെയ്യാമെന്ന്. ഭയങ്കര മോശമായി അവരുടെ സർവീസ്. അപ്പം ഞാൻ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ പിന്നെ താഴെ നിന്ന് വാഷിംഗ് മെഷീനിൽ നല്ല ഡ്രയറിൽ നിന്ന് തുണിയൊക്കെ എടുത്തുകൊണ്ടുവന്ന് മുകളിൽ കൊണ്ടിട്ടു. ഇനി അത് മടക്കണം, ജസ്റ്റ് ഒന്ന് വാക്വം പിടിക്കണം. എനിക്ക് ചെറിയ വൃത്തി പ്രാന്തുണ്ട്, അതുകൊണ്ട് തന്നെ അത് കുറച്ചൊരു പ്രശ്നമാണ്. എന്നും ഈ അടിക്കലും തുടക്കലും ഞാൻ തന്നെ ടയർഡായിക്കൊണ്ടിരിക്കാം. സാരില്ല, ഈ വശത്ത് അത്ര അങ്ങോട്ട് കാണുന്നില്ലല്ലേ, അങ്ങനെ കുറേ ഇങ്ങനെ ചിരിച്ചാൽ മാത്രമേ കാണുള്ളൂ. എൻ്റെ പല്ല് പോയത്. അപ്പം ഇനി ജസ്റ്റ് വേഗം ഒന്ന് പിടിച്ച് തുണിയൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് എൻ്റെ ഏട്ടൻ പറഞ്ഞത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഏട്ടൻ്റെ കൂടെ ഞാൻ ഊബറിന് പോകാൻ പോവാണ്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ മറ്റന്നാൾ എൻ്റെ ഏട്ടന് അവധിയാണ്. അപ്പം കുറച്ച് ചോറും കറിയൊക്കെ ബാക്കി ഇരിപ്പുണ്ട്. അപ്പം പിന്നെ ഇന്നേക്കിനി ഒന്നും വെക്കണ്ട, നാളെ പിന്നെ എൻ്റെ ഏട്ടൻ എന്തെങ്കിലും വെക്കാമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ ഇനി ഒന്നും വെക്കാൻ നിൽക്കണില്ല, എൻ്റെ ഏട്ടൻ്റെ കൂടെ പോയിട്ട് ഊബറിന് പോകും. എന്നിട്ട് പിന്നെ 10 മണിക്ക് ആകുമ്പോൾ തിരിച്ച് വന്ന് പിന്നെ കിടന്നുറങ്ങി നാളെ ഈവനിങ് പോയാൽ മതി. പിന്നെ കാലത്ത് ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം 9 മണിക്ക്. എൻ്റെ ഏട്ടന് കാലത്ത് ക്രിക്കറ്റ് കളിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഏട്ടൻ ക്രിക്കറ്റ് കളിക്ക് പോകും. ഞാനും പിള്ളേരും കൂടി നമ്മുടെ ഇവിടുത്തെ മലയാളി ചർച്ചിൽ പോയിട്ട് കുർബാന കാണും. പിന്നെ ഉച്ചയ്ക്ക് പിന്നെ ഡ്യൂട്ടി ഉണ്ട്. അങ്ങനെ പിന്നെന്താണ്, അപ്പം അങ്ങനെയാണ്. അപ്പം ഇനി വേഗം പോയിട്ട് ക്ലീൻ ചെയ്യട്ടെ. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഇനി ക്ലീൻ ചെയ്തിട്ട് പിന്നെ അവർക്ക് മുട്ട പുഴുങ്ങി വെക്കണം. ഒരു ചായ, പാലില്ല, കട്ടൻ ചായ കുടിക്കാം. അങ്ങനെ അപ്പോ ഓക്കെ. പാവനുണ്ട് വണ്ടി മാറ്റാൻ പോകുന്നു. ഞങ്ങൾ രണ്ടുപേരും ചോറിനാൻ പോട്ടെ. ഇത്ര നേരം ഞങ്ങൾ മറ്റേ ഭയങ്കര വർത്താനത്തിലായിരുന്നു. നാളെയും മറ്റേ എൻ്റെ അവധിയില്ല. എൻ്റെ 2 ദിവസം അവധി അല്ലേ? ഹാപ്പിയാണ് 2 ദിവസം അവധിയായിട്ട്. ക്രിക്കറ്റ് കളിക്കാന്ന്. ഞാനപ്പോൾ ചോറിനാൻ പോണത് ചെമ്മീൻ കറി കടല. ഇന്നലെ നമ്മൾ വെച്ച ചെമ്മീൻ കറിയും കടലയും. എൻ്റെ ഏട്ടൻ ചെമ്മീൻ കറിയും കടലയും പിന്നെ എന്തോ സാധനം ചൂടാക്കണ്ടല്ലോ, പപ്പടായിരിക്കും. പപ്പടം മറക്കേ സേമേ പപ്പടം പൊള്ളിച്ചെടുത്ത് ആ അടിപൊളി. നമ്മുടെ നാട്ടില് ചുട്ടെടുക്കണ പോലെ തന്നെ. ഇനി ആ പാത്രം കഴുകി വെച്ചോട്ടാ. അങ്ങനെ തുടക്കല്ല അയ്യേ. എന്നിട്ട് ഇനി അതിന്റെ മുകളിൽ തന്നെ എന്റെ ഇതാക്കാൻ വെക്കില്ലേ, വീണ്ടും പപ്പടം പൊള്ളിക്കാൻ വെക്കില്ലേ. കുറച്ച് വൃത്തിപ്പാന്നുണ്ട്, അത് കാരണം കൊണ്ട് ഇവിടെ എല്ലാവരും എന്നെ കൊണ്ട് സഫർ ചെയ്തോണ്ടിരിക്കാം. അപ്പൊ ഇനി ചോറുണ്ടല്ലോ. എത്ര ചെമ്മീൻ വെച്ചിട്ടുണ്ട് എനിക്ക്? നിന്റെ ഏട്ടനോ? അതെന്ത് അനുപാതമാണ്? നിന്റെ ഏട്ടന് 3 ചെമ്മീൻ, എനിക്ക് 1 ചെമ്മീൻ. ഞാൻ വെറുതെ ഇരിക്കണല്ലോ. പിന്നെ ഇപ്പൊ എത്ര മണിയാണെന്നറിയാം ശരിക്കും? എത്ര മണിയാ? 4 മണി 5 മണി കണ്ടേ ഉച്ചയ്ക്ക് ചോറിന് പിടിക്കാം. അടിപൊളിയാ ചെമ്മീൻ. അത് എന്താണെന്നറിയോ? ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം. ചെമ്മീൻ കറി ഉണ്ട്. ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ക്യാഷിനിട്ട് അരച്ചൊഴിച്ചു. അത് പൊളിയാണ് നല്ല. ഇതിൻ്റെ ഇപ്പോൾ അങ്ങനെ 2-3 സാധനങ്ങളായില്ലേ അങ്ങനെ ഉണ്ടാക്കണേ. തേങ്ങാപ്പാലില്ലെന്നറിയാം, അപ്പം ക്യാഷിനിട്ട് അരച്ചിടും. നമ്മുടെ ഇന്ത്യൻ കടയിൽ നിന്ന് മറ്റേ കുരു ക്യാഷിനിട്ട് എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ട്. എന്താണെന്നറിയോ? വീഡിയോയിൽ നിന്റെ ഏട്ടൻ വരുന്നില്ല. നിന്റെ ഏട്ടൻ ഏത് വീഡിയോയിൽ? ഞാൻ എല്ലാ വീഡിയോയിലും ഉണ്ട്. ഓളിനോളാ നിന്റെ ഏട്ടൻ വീഡിയോയിൽ വരുന്നേ ഇല്ല. നിന്റെ ഏട്ടൻ മാറി നടക്കണം. മുന്നത്തെ പോലെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല എൻ്റെ വീഡിയോ എടുക്കാൻ. കടലക്കറി രസമുണ്ടോ? ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കില്ലേ? ഇത് ഇന്നലെ കടല ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കടലയും കുറച്ച് മസാല എടുത്ത് അരച്ചൊഴിച്ചു. മസാല അരിക്കണ്ട, കടല മാത്രം വെച്ചാൽ മതി. മസാല അരച്ചോണ്ട് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞോ ഇടയ്ക്കൊക്കെ എനിക്ക് ഉണ്ടായിരുന്നത് പോലെ ഒരുമിച്ച് ഇരുന്ന് തിന്നാൻ പറ്റുള്ളൂ. പപ്പട വെറുതെ ടേസ്റ്റ് ഒക്കെ തരുന്നുണ്ടോ? ടേസ്റ്റ് ഒക്കെ തരുന്നില്ല. ദോശയിലെ തോപ്പളത്തിന് ചുട്ടപ്പള
പണ്ട് തന്നെ ഓർമ്മയുണ്ടാവും മറ്റേ നാട്ടിലുള്ള പനി വരുമ്പോ ആ പനി വരുമ്പോ ചുട്ട പപ്പടവും ചോറും കൂടി തരുന്നത് കഞ്ഞിയ. ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്താ അറിയോ, ആ പല്ലെടുത്ത സ്ഥലത്തേക്ക് ഈ ചോറ് ഇങ്ങനെ വന്നു പോകും. നാട്ടിൽ പോയിട്ട് വേണം അവിടെ ഒരു വെപ്പ് പല്ല് വെക്കാൻ. ഇന്ന് ഞാൻ പല്ലെടുത്തിട്ട് പോയിട്ട് ഞാൻ എല്ലാരും പറയുന്നത് അയ്യോ ജീനയുടെ പല്ല് പോയി. അപ്പൊ ഞങ്ങളുടെ ടീം ലീഡർ വന്നപ്പോ ടീം ലീഡറിന്റെ പല്ലും എടുത്തേക്കാം. അപ്പൊ അവന്റെ പല്ലെടുത്തേക്കണ്. അവനിങ്ങനെ ആഹാ പല്ലെടുത്ത് 2 ദിവസം ലീവാ. എന്നോട് ചോദിച്ചു വിട്ടു. പക്ഷേ ഡ്യൂട്ടിക്ക് ചോദിച്ചു പല്ലുകാരൻ ഞാൻ ഉണ്ടെങ്കിൽ പൊക്കോളെ വന്നു. ഇഷ്ടമില്ല ചെറിയ പിള്ളേര് പറഞ്ഞൂടെ കളിയാക്കിയത് നമ്മള്. അല്ല എൻ്റെ അടുത്ത് പറക്കി വെക്കണമെന്നറിയില്ല. എൻ്റെ അടുത്ത് വേസ്റ്റ് വെക്കാൻ എൻ്റെ ആ പാത്രത്തിന്റെ സൈഡിൽ വെക്കൂല, എല്ലാം എൻ്റെ അടുത്ത് കത്തും. എനിക്ക് സ്ഥലമില്ല എൻ്റെ. എനിക്ക് എൻ്റെ പ്ലേറ്റ് എപ്പോഴും നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടിരിക്കും. എന്റെ പ്ലേറ്റോ എൻ്റെ ഒരു കുറേ സ്ഥലമുണ്ട്, വലിയ പ്ലേറ്റാ. അതിന് 2 സെയിം പ്ലേറ്റ് അല്ലേ? അല്ലല്ലോ, എന്റെ പണ്ടത്തെ പ്ലേറ്റ് ബെഹറിൻ പറഞ്ഞ പ്ലേറ്റ് അല്ലേ കോഡ് വെച്ചത് 2 സെയിമാ. എന്റെ ആദ്യത്തെ മുന്നേ നീ കുറച്ച് തിന്നാറില്ലേ, അപ്പുറത്തെ പ്ലേറ്റ്. ഈ വീഡിയോ ഇപ്പൊ ഇങ്ങനെ ഇടുമ്പളേ ഇവിടെ എന്റെ പണ്ടത്തെ ഫോട്ടോ കാണിച്ചാലോ? അല്ലേ എപ്പോഴും ചുട്ടടാ മറ്റേ ഇതിനകത്തിട്ടില്ല പൊനസ്. ഞാൻ എത്ര വിളിച്ച വാടാ അങ്ങോട്ട് ജിമ്മില് പോയിട്ട് വന്ന് പൊന്നസ് കൂടിയൊക്കെ കഴിഞ്ഞ് ചോറിന് വന്നു. ജിമ്മിൽ പോയപ്പോ വിശന്ന് വന്നിട്ട് മണ്ടപ്പൊട്ട നീ അല്ലാണ്ട് കഴിക്കാണ്ട് പോവോ? ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകണം. അറ്റ്ലീസ്റ്റ് പഴങ്ങൾ നിന്നിട്ട് പോകും, അല്ലെങ്കിൽ ആപ്പിളോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിശക്കും. അവിടെ പോയിട്ട് നിങ്ങക്ക് വർക്കൗട്ട് ചെയ്യേണ്ടതല്ലേ. നെട്ട് പറയിച്ചാ മതി, പാല് കുടിച്ചാ മതി. പാല് അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ വർത്താനത്തിൽ ചോറിനിട്ടോ. എന്നിട്ട് ഇനി ഊബറിന് പോകുമ്പോ കാണാം. ഇനി ഊബറിന് പോയിട്ട് കുറച്ച് വെള്ളിയാഴ്ച ഊബറാ ഐസ്ക്രീമാ. അയ്യോ ഐസ്ക്രീം തിന്നണം. നിന്റെ കൂടെ ഊബറിന് പോയി എപ്പോ പോയി ഞാൻ ഐസ്ക്രീം തിന്നും. മനസ്സ് തിന്നുണ്ട് മനസ്സേ ഐസ്ക്രീം തന്നെ വേണം. നിങ്ങൾക്കുള്ള കാഴ്ചയില്ലേ ഉറങ്ങുമോ? വയ്യണ്ടേ ജിമ്മിന് പോയിട്ട് വയ്യണ്ടേ? രാത്രി ഭയങ്കര പറഞ്ഞേ രാവിലെ പോകണ്ടേ 9 o'clock മാസത്തിന് പോണേ. അപ്പൊ ഓക്കെ ബൈ. അങ്ങനെ വേഗം ഒരു ഉടപ്പെടുത്തിട്ട് വേഗം നിന്റെ കൂടെ പോന്നു. അപ്പോൾ വരുന്ന വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു. അപ്പോൾ അവളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്ന വഴിക്ക് ഇന്ന് എനിക്ക് തോന്നുന്നു തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഊബറിന് കുറേ നാളായിട്ട് ഞാൻ വരാറില്ല. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. മറ്റേത് ഇപ്പോൾ വരുമ്പോൾ നമുക്കറിയാം ഇന്ന സമയം നമുക്ക് ഇന്ന ദിവസങ്ങളിൽ നല്ല ഇതുണ്ടെന്ന്. അപ്പം നിൻ്റെ പറയാറുണ്ട് ഫ്രൈഡേ കുറച്ച് ഓക്കെയാണ്. വന്ന വഴിക്ക് ഒരു ഓർഡർ കിട്ടിയപ്പോൾ നിൻ്റെ ഒരു ബർഗർ കടയിൽ പോയിട്ട് ആ ഓർഡർ എടുക്കാൻ വേണ്ടി പോയി കേട്ടോ. അപ്പം ഇവിടെ ഒരുവിധം എല്ലാ ആൾക്കാരും എന്തെങ്കിലും ഇങ്ങനെ ഒരു പെർമനന്റ് ജോലി ഉണ്ടാവും. പക്ഷെ ഊബർ അതിൻ്റെ ഒരു 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 പാർട്ട് ടൈം പോലെ അതും ചെയ്യുന്നുണ്ടാവും. അങ്ങനെ എല്ലാവരും ഊബർ ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പം എൻ്റെ ഇടം വരുമ്പോൾ നോക്കട്ടെ. എനിക്കതിന് കുറച്ച് ദൂരമുള്ളൂ, 5 കിലോമീറ്റർ അങ്ങോട്ട് കാണിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടോ. പോയി നോക്കാം. ആദ്യത്തെ ഓർഡർ കൊടുത്തു. രണ്ടാമത്തെ ഓർഡർ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് കുറേ ലേറ്റ്. ഞാനിവിടെ ഇങ്ങനെ ഓൾമോസ്റ്റ് ഉറങ്ങി തുടങ്ങി. എന്താ എൻ്റെ ഇടയിൽ ലേറ്റ് ആയ? അയാള് ഒരു മണ്ടപ്പെട്ട പുതിയ ആൾക്ക് അത്ര. ഇപ്പൊ ഇവിടെ 7:29 ആയിട്ടാ. പക്ഷെ വെളിച്ചം കണ്ടോ? വെയിൽ കണ്ടോ? വെയിൽ ഇനിയിപ്പോ കുറച്ച് ആകുമ്പോ ടെമ്പറേച്ചർ കുറഞ്ഞു വരുമ്പോ വേഗം ഇരുട്ടാവില്ലേ? പുറത്ത് പോയിട്ടുണ്ടോ? വയ്യണ്ടായോ? ഞാൻ ഇവിടെ ഇരുന്നിരുന്ന് ഇങ്ങനെ ആയി തുടങ്ങി. കുറച്ച് കൊറേ നേരം എൻ്റെ ഇവിടെ ഒരു അരമണിക്കൂർ ഉണ്ടാവില്ലേ? അപ്പം സെക്കൻഡ് ഓർഡർ. അപ്പൊ നെക്സ്റ്റ് ഓർഡർ വന്നിട്ട് എങ്ങനെയാണ് ഇങ്ങനെ സൗണ്ട് കിണി എന്നുള്ള സൗണ്ട് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കാണുന്നില്ലല്ലോ. ഓക്കെ, അതിനകത്ത് തന്നെ മാപ്പ് കാണിക്കും. അപ്പൊ മാപ്പിനകത്ത് ആ മാപ്പ് കാണുന്നതിൽ നമ്മൾ പോയിട്ട് സാധനം പിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ അടുത്ത മാപ്പ് കാണിക്കും. എല്ലാവർക്കും അറിയണ പോലെ തന്നെ അല്ലേ? കളിയാക്കണെന്ന്.
600 meters, drop off on the ഇങ്ങനത്തെ ബാഗിനകത്തായിട്ട് സാധനങ്ങൾ വെക്കുക. അപ്പോൾ എൻ്റെ ഏട്ടൻ അവർ വീടിൻ്റെ ഫ്രണ്ടെത്തി. അപ്പം ഞാൻ അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയി. ഞാൻ ഇരുന്ന് ഒന്നാമത്തെ ഡ്യൂട്ടിക്ക് നമ്മളെ കാലത്ത് എത്ര മണിക്കാം 4:45 എൻ്റെതല്ലേ, വയ്യാണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ആരും വെയിറ്റ് ചെയ്യണ്ടായാ? ആരും വെയിറ്റ് ചെയ്യണ്ടായാ? കൊടുത്തിട്ട് ജസ്റ്റ് പോന്നാ? ലീവ് എടുത്തിട്ടോ? ഓക്കേ. ഊബർ കഴിഞ്ഞോ? ശരിക്കും എന്നെ വീട്ടിൽ കൊണ്ടാക്കി. നമുക്കിറങ്ങുന്നുണ്ടാവും. പിന്നെ എന്താ പറയാ, നിനക്കൊന്നും ചെയ്യാതില്ലോ. പിന്നെ ഞാൻ പോണില്ല. ഇനി എൻ്റെ ഇവിടെ തന്നെ പോവും. നാളെ എൻ്റെ രണ്ട് ഓഫല്ല. പിന്നെ എപ്പോഴെങ്കിലും വന്നാൽ മതി. വരും 10 മണിയാകുമ്പോ വരും. അപ്പൊ ഇതാണ് നാളെ കളിക്കാൻ പോണം. കാലത്ത് ക്രിക്കറ്റ് കളിയുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി പറയണ്ട? ബാക്കി പറയണ്ട. മറ്റൊരു വീഡിയോ, വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും കാണുന്നത്. ബൈ ബൈ. ഗുഡ് നൈറ്റ്. നാളെ കാണാം.